ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, എടാ മോനെ നിനക്കിത് എങ്ങനെ സംഭവിച്ചു, നീ പറയടാ. അമ്മേ ഞാൻ പറഞ്ഞില്ലേ, ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് ഉറക്കം വന്നത് എന്തെന്ന് അറിയില്ല, പെട്ടെന്ന് ബൈക്കിൽ നിന്ന് വീണു, കാലതിനിടയിൽ പെട്ടു എന്ന് പറയാനിട്ടോ. ഇതേ സമയം കാർത്തികക്കാണെങ്കിലും വളരെ ടെൻഷനാവുന്നു. കാർത്തിക, ഈശ്വര, ഈ പാവം മനുഷ്യനാണോ ആ ഇത് കഴിച്ചത്, ആ മരുന്ന് കഴിച്ചത്? ഇയാൾക്ക് ആൻറ്റിഡോസ് കൊടുക്കാൻ ഒരു രക്ഷയില്ലല്ലോ, ഞാൻ ഇതെങ്ങനെ ഇവിടെ വെളിപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ചിന്തിക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ ശ്യാം ഇങ്ങനെ തല കറങ്ങുന്നുണ്ട് കേട്ടോ. ശ്യാമക്ക് പിടിവിട്ടു പോവാണ്. ശ്യാമയുടെ തല ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നുണ്ട്. തനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശ്യാമ ആ സ്റ്റെയർകേഴ്സിൻ്റെ ആ ഹാൻഡ് റെയിലുണ്ടല്ലോ അതിലൊന്ന് പിടിക്കൂട്ടാം, പക്ഷേ ശ്യാമയുടെ പിടിവിട്ടു പോവാണ്. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ടപ്പേ എന്നുള്ള ആ ഒരു വീഴ്ചയിൽ കാണുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടാണ് കേട്ടോ. ഇതേ സമയം അമ്മേ എന്ന് പറയുന്നുണ്ട് ശ്യാമ. അത്രയും അങ്ങ് പറയുമ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചോദ്യം ചെയ്യൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ശ്യാമ താഴോട്ട് വന്ന് വീണ് കിടക്കുമ്പോൾ എല്ലാവരും സത്യാമ്മയും അതുപോലെ രാഘവനും പൊന്നിയും ഒക്കെ ഓടി വരികയാണ്. ശ്യാമമോളെ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ രോഹിത്തും വിഷ്ണുവും ഒക്കെ ഓടി വരാനിട്ട. അങ്ങനെ ശ്യാമേ എന്ന് പറഞ്ഞ് രോഹിത്ത് തൻ്റെ കൈകളിൽ കോരിയെടുക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഈ നിമിഷ നേരം കൊണ്ട് സംഭവിച്ചത് എന്നറിയാതെ എല്ലാവരും ആകെ പകച്ചു പോവാണ് കേട്ടോ. അങ്ങനെ ഈ സമയം വിഷ്ണു ഇങ്ങനെ ഓടി വന്നിട്ട് പെട്ടെന്ന് ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകാൻ നോക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് കാലിൽ നിൽക്കാൻ കഴിയില്ല. വിഷ്ണുവിൻ്റെ കാലൊടിഞ്ഞു പോകുന്നത് പോലെ വിഷ്ണുവിന് തോന്നുകയാണ്. അങ്ങനെ ഈ സമയം വിഷ്ണുവിന് അത്രയും വേദനയുണ്ട്. അപ്പോൾ ഈ സമയം രോഹിത്ത് പറയാണ്, ഞാൻ എൻ്റെ കൈകളിൽ കോരിയെടുത്തോളാം. അപ്പോഴേക്കും വിഷ്ണു പറയാം, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വിഷ്ണു എങ്ങനെയൊക്കെ എണീറ്റ് നിൽക്കുമ്പോൾ സത്യാമ്മ പറയണേ, നീ വരണ്ട, നിൻ്റെ കാല് കൊണ്ട് സുഖമില്ലാത്തതല്ലേ, ഞാനും രോഹിത്തും കൂടി പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ രോഹിത്തിനെയും കൂട്ടി പോവാണ് കേട്ടോ. ഇതേ സമയം ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടലോട് നിൽക്കുകയാണ് രാഘവൻ. എന്താണ് ഇവിടെ ഈ ഒരു നിമിഷം സംഭവിച്ചതെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുമ്പോൾ രാഘവൻ പറയാണ്, ഒരു പെണ്ണിൻ്റെ കണ്ണുനീരാണ് ഈ വീട്ടിൽ വീണിരിക്കുന്നത്. അതിനൊന്നും ഇത് എങ്ങനെ ഉത്തരം പറയേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉത്തരം പറയാമെന്ന് പറയാൻ കഴിയില്ല. നീയും നിൻ്റെ അമ്മയും ഒരു പാവം പെണ്ണിൻ്റെ കണ്ണുനീർ ഈ ഒരു വീട്ടിൽ വീണത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കും, മറ്റുള്ളവർ എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് പറയാൻ കഴിയില്ല. മഹാലക്ഷ്മിയാണ് ഇവിടെ നിന്നും അടിച്ചിറക്കിയിരിക്കുന്നത് എന്ന് പറയട്ടോ. ഇതെല്ലാം കണ്ട് കാർത്തിക ആകെ പേടിച്ച് വിറച്ച് നിൽക്കണം കേട്ടോ. ഇതേ സമയം സത്യമ്മ ശ്യാമയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പരിശോധന തുടങ്ങുകയാണ്. നെറ്റിയൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ടാവും. ഡോക്ടർ കത്രിക എടുത്ത് ആ പഞ്ഞിയൊക്കെ അങ്ങനെ എടുത്ത് ആ ബ്ലഡൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം സത്യാമ്മയും രോഹിത്തും ഭയങ്കര നെഞ്ചടിപ്പോട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്തിന് തോന്നണം അവളുടെ അമ്മയെ വിവരം അറിയിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ രോഹിത്തിന് തോന്നണം കേട്ടോ. പിന്നീട് രോഹിത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് ശാരദാമ്മക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മയാണെങ്കിലോ ഇത് രോഹിത്തിൻ്റെ നമ്പറാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ശാരദാമ്മ ഫോൺ എടുക്കുന്നത്. അങ്ങനെ എന്താ മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മേ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കൂട്ടെ. അപ്പോഴേക്കും ആ അമ്മ ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണേ. എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാമ സ്റ്റെയർകേഴ്സിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ശാരദാമ്മ ആകെ ഞെട്ടിപ്പോകണം. ഈശ്വര എന്ന ഭാവത്തിൽ എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും ശാലിനിയെയും വിവരം അറിയിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ ഇങ്ങനെ രോഹിത്തിന് വീണ്ടും തോന്നുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് മാറി നിന്ന് ശാലിനിക്ക് ഈ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ശാലിനിയാണെങ്കിൽ പൊട്ടി കരയണം. ഇത്രയും കഷ്ടപ്പെട്ടത് അവൾക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ രോഹിത്തിനോട് ശാലിനി ചോദിക്കുന്നുണ്ട്, ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാനാവില്ല, നല്ല വീഴ്ചയാണ് അവൾ വീണിട്ടുള്ളത്, ഇതെങ്ങനെ സംഭവിച്ചതൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാനിട്ടോ. ഇതേ സമയം രാഘവൻ പൊന്നിയോട് പറയുന്നുണ്ട് വിവരങ്ങൾ അവരെ അറിയിക്കുക എന്നിങ്ങനെ രാഘവൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇതിനെല്ലാം കാരണം നീയും നിൻ്റെ അമ്മയുമാടാ. നിനക്ക് നിൻ്റെ കാലിന് കിട്ടി, ഇപ്പുറത്തെ ശ്യാമയ്ക്ക് കിട്ടി, ഇതിലെല്ലാം മറ്റുള്ളവർ കിടന്ന് നീറിപ്പുകയുകയാണല്ലോ. ഓരോ ദിവസവും ഇവിടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകൾ ചെയ്ത് കണ്ടു മടുത്തു എന്നൊക്കെ ഇങ്ങനെ രാഘവൻ ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ശാലിനിയും ഈ പറയുന്ന ശാരദാമ്മയും കൂടിയിട്ട് എന്താണ് ശ്യാമോൾക്ക് സംഭവിച്ചതെന്ന് അറിയാതെ അവർ കാറിലിങ്ങനെ യാത്രയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ശാലിനിയോട്, എന്താ എൻ്റെ കുഞ്ഞിന് സംഭവിച്ചതൊന്നും അറിയില്ല അമ്മ, രോഹിത്ത് പറഞ്ഞ വിവരം എനിക്കുള്ളൂ, ഞാൻ അവിടെ നിന്ന് വരുന്നത് വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്താണ്. ഹോസ്പിറ്റലിൽ എത്തിയപാടെ സത്യമ്മ അങ്ങ് ചാടി കളിക്കണം കേട്ടോ. സത്യമ്മ പറയണേ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ഷാനിയോട് ചോദിക്കാനായിട്ട്. അപ്പോൾ ഷാനി ആകെ പകച്ചു പോവാണ്. എന്ത് ചോദ്യമാണ് ഇവർ ഈ ചോദിക്കുന്നത് എന്ന ലെവലിൽ ഇങ്ങനെ
ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ സത്യാമ്മ വീണ്ടും ചോദിക്കാൻ, നിന്നോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ഉടനെ ശാരദാമ്മ പറയണേ, എൻ്റെ മകളും ഇവളുടെ അനിയത്തിയുമാണ് ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾക്ക് സത്യാമ്മയെ കാണാനുള്ള അർഹതയില്ലേ? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാനുള്ള ആ ഒരു ഇത് ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ ഇവിടെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രോഹിത് പറയുന്നുണ്ട്, സത്യാമ്മയെ ഒന്ന് മിണ്ടാതിരിക്കും, ക്ഷമയുടെ വിവരം എന്താണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധന തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ക്ഷമക്ക് ബോധം വരികയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ അടുത്തുണ്ടാവും. അപ്പോൾ ക്ഷമയോട് ഡോക്ടർ പറയാണ്, പേടിക്കാനൊന്നുമില്ല, താൻ എന്തിനാണോ വിഷം കഴിച്ചത്, താൻ എന്തിനാ ഇങ്ങനെയുള്ള വിഷമൊക്കെ കഴിക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ക്ഷമ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. എന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ക്ഷമ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കല്ലേ ചെയ്യുക, അല്ലാതെ കണ്ട് വിഷം കഴിച്ചിട്ടൊക്കെ എങ്ങനെ ഇതൊക്കെ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ക്ഷമ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ക്ഷമ ചോദിക്കും, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഇനി തനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, താൻ നന്നായി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ ഒരുങ്ങുന്ന ഡോക്ടറെ പെട്ടെന്ന് ക്ഷമ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ഡോക്ടറോട് ക്ഷമ പറയണേ, ഡോക്ടർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ വേണ്ടേ? അതെ, എനിക്കൊരു കുഴപ്പമില്ല എന്നല്ല നിങ്ങൾ പുറത്ത് ചെന്ന് പറയേണ്ടത്, പിന്നെ ഞാൻ എന്ത് പറയണം? അതെ, എൻ്റെ തലക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് അവിടെ പറയണം. നല്ല ഹെഡ് ഇഞ്ചറി ഉണ്ട് എന്നുള്ള ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സത്യാമ്മക്ക് വളരെ ഭീതിയാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടർ ചോദിക്കുകയാണ്, എന്താണ് തോന്നി പറയുന്നത്? ഇല്ലാത്ത രോഗം ഉണ്ടാക്കി പറയുന്ന ഒരു ഡോക്ടറായി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ ക്ഷമ കൈക്കൂപ്പി കരഞ്ഞുകൊണ്ട് ഡോക്ടർ എന്നെ സഹായിക്കണം, ഇതെന്തിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്? അതെ, എൻ്റെ ഏട്ടത്തിയായ എൻ്റെ കളക്ടറായ എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ ചേച്ചിയെ അമ്മയെ സത്യാമ്മ കാണാൻ അവരെ എനിക്ക് കാണണം. ഈ രോഗത്തിൻ്റെ പേരിൽ എൻ്റെ ചേച്ചി എൻ്റെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതിനെന്താ തൻ്റെ ചേച്ചിയെ തൻ്റെ ഈ പറയുന്ന സത്യാമ്മ അടുപ്പിക്കാത്തതെന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയെ അടുപ്പിക്കാത്തത് എൻ്റെ ചേച്ചി പഠിച്ച് നല്ലൊരു കളക്ടറായി എന്നൊരു തെറ്റ് ചെയ്തതിനാണ് സത്യാമ്മ ഇതെല്ലാം എൻ്റെ ചേച്ചിയോട് ചെയ്യുന്നത് എന്ന് പറയട്ടോ. ഇന്ന് പഠനം ഒരു കുറ്റമാണോ? ഒരു ജോലി ഒരു കുറ്റമാണോ? കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തിയ പദവിയാണ്? എന്ത് അമ്മായിമ്മയാടോ തൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പ്ലീസ്, അവരാര് പറഞ്ഞാലും എടുക്കില്ല, ഈ രോഗം എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ ചേച്ചി നിൽക്കാൻ അനുവദിക്കും, എൻ്റെ അമ്മയെ എൻ്റെ ചേച്ചിയെ എൻ്റെ കൂടെ നിൽക്കാൻ അനുവദിക്കും എന്ന് പറയുമ്പോൾ ശരി, നല്ലൊരു കാര്യത്തിനായി ഞാൻ നുണ പറഞ്ഞേക്കാം എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ശാലിനി സത്യാമ്മയുടെ വഴക്കൊക്കെ കേട്ടെങ്കിലും രോഹിത് പറഞ്ഞത് കൊണ്ട് തന്നെ ശാരദാമ്മ അവിടെ സംസാരിച്ചത് കൊണ്ട് തന്നെ സത്യാമ്മ മിണ്ടാതെ നിൽക്കണം കേട്ടോ. ഇപ്പോൾ ഈ സമയം ശാലിനി നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് വിഷ്ണു, ഒരു ഭാഗത്ത് ശ്യാമ, എല്ലാം കൂടി നെഞ്ചിൽ ശരിക്കും ഒരു കത്തി കൊണ്ട് കീറിയതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ ആ നീറ്റിൽ ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത്. അപ്പോഴേക്കും ശാലിനി എൻ്റെ പൊന്നു മോൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായിട്ടാ. എൻ്റെ ശ്യാമക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ആ കുട്ടി വിഷം കഴിച്ചിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ ആകെ ഞെട്ടിപ്പോകട്ടോ. എന്താ ഈ പറയുന്നത്? ആ കുട്ടി വിഷം കഴിച്ചിരിക്കുന്നു, അതിന് നല്ല ടെൻഷനുണ്ട്, എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നം? ഇത് പോലീസ് കേസ് ആക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴേക്കും ശാലിനി പറയണേ, ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്, ദയവ് ചെയ്ത് ഇത് പോലീസ് കേസ് ആക്കരുത് എന്ന് പറയട്ടോ. അങ്ങനെ പറഞ്ഞാൽ മാഡം ഞങ്ങളുടെ ഹോസ്പിറ്റലിന് പ്രശ്നം വരുമോ? ഇല്ല, യാതൊരു പ്രശ്നവും വരില്ല എന്ന് പറയണേ. അങ്ങനെ ആ കുട്ടിക്ക് ഇനി റെസ്റ്റാണ് വേണ്ടത്, അതിൻ്റെ തലക്ക് നല്ല ക്ഷതം ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് നല്ല റെസ്റ്റ് ആ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ സത്യവും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം തൻ്റെ കുഞ്ഞനിയത്തി കാണാൻ വേണ്ടി ഓടിച്ചെല്ലാണ് ശാലിനി. അങ്ങനെ ശ്യാമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ശ്യാമയുടെ അടുത്തോട്ട് ശാലിനി ചെല്ലണം കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ റീമേക്കിൽ ഈ ഒരു വിഷം കഴിക്കുന്നില്ല, പക്ഷെ സ്റ്റെയറിൽ നിന്ന് ശ്യാമ വീഴുന്നുണ്ട്. അത് വിഷ്ണുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ശാലിനിയെയും വിഷ്ണുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ ഈ വിഷം കഴിച്ചത് ഇങ്ങനെ മധുശ്രീയെ കയ്യോടെ ശ്യാമ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ കാർത്തിക സംസാരിക്കുന്നത് പൊന്നികാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. റീമേക്കിൽ മധുശ്രീ എന്ന കഥാപാത്രം ഈ ഒരു വിഷം കഴിക്കുന്നതിനോടുകൂടി മധുശ്രീയെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് റീമേക്കിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇനി ചെറിയ ചെറിയ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടായേക്കാം എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.